അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് നാരിയത്ത് സ്വലാത്തിനെ സംബന്ധിച്ച് പഠിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചുകൂടി ഒരുമിച്ചിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 4444 തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിത്തീർക്കുന്ന ഒരു പതിവുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികത്തഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവൻ്റെ മലക്കുകളും നിശ്ചയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതുകൊണ്ട് തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു, സ്വലാത്ത് എന്നതിന് നിശ്ചിത പദങ്ങൾ എന്നതില്ല. ആർക്കും ഏത് പദങ്ങൾ ഉപയോഗിച്ചും സ്വലാത്തിനെ ചൊല്ലാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അള്ളാഹുവിൻ്റെ സ്വലാത്ത് വർഷിക്കാൻ വേണ്ടി ഒരാൾ ആവശ്യപ്പെടുന്നതിനാണ്, തേടുന്നതിനാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ഈ സ്വലാത്ത് ഇന്ന പദമേ ഉപയോഗിക്കാവൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പണ്ഡിതന്മാർ സ്വലാത്തിന് പല പദങ്ങളും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. വിവിധ സ്വലാത്തുകൾ കാണാം. അതിൽ വളരെയേറെ പ്രാധാന്യമുള്ളൊരു സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ എന്ന് നമ്മൾ പശ്ചിമേഷ്യക്കാർ കൂടുതലായും പറയുന്ന ഈ പേര് സ്വലാത്തുൻ നാരിയ. ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ആപൽ ഘട്ടങ്ങളിൽ നിരാശ്രയരായി പ്രയാസപ്പെടുന്ന സമയത്ത് ഒരുമിച്ച് കൂടി ഒരു മജ്ലിസിൽ ഒന്നിച്ച് ഇത്രയും സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത്, ഈ എണ്ണം ചൊല്ലിത്തീർക്കുമ്പോൾ അതിൽ പെടുന്നനെ ഫലം കാണുന്നത് കൊണ്ടാണ്, പെട്ടെന്ന് അതിൻ്റെ നന്മ ലഭിക്കുന്നത് കൊണ്ടാണ്, ആ പ്രതിസന്ധി ഉടനെ പരിഹരിക്കപ്പെടുന്നത് കൊണ്ടാണ്, ആ കാര്യം പെട്ടെന്ന് നിറവേറ്റപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു പേരിൽ അത് അറിയപ്പെടുന്നത്. എന്നാൽ ഈ സ്വലാത്തിന് മറ്റൊരു പേരുണ്ട്, സ്വലാത്തു തഫ്രീജിയ. ടെൻഷനുകൾ അകറ്റുന്ന, വേദനകൾ മാറ്റുന്ന, വേവലാതികൾ പരിഹരിക്കപ്പെടുന്ന സ്വലാത്ത് എന്നൊരു പേരും ഇതിന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ സ്വലാത്തിന് മറ്റൊരു പേരാണ്. അവർ പറയുന്നത് സ്വലാത്തു മിഫ്താഹു കെൻസിൽ മുഹീത്ത് എന്നൊരു പേര് കൂടി ഇതിനുണ്ട്. അടഞ്ഞുകിടക്കുന്ന, മൂടപ്പെട്ട നിധി തുറക്കുന്ന ചാവി എന്നൊരർത്ഥവും ഈ സ്വലാത്തിനുണ്ട്. അതായത് താൻ പ്രതീക്ഷിക്കാതെ, താൻ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഈ സ്വലാത്ത് ചൊല്ലുക വഴി പലതും നേടിയെടുക്കാൻ കഴിയും. ആ അർത്ഥത്തിലാണ് ആ പേര് പറയപ്പെട്ടിട്ടുള്ളത്. ഈ സ്വലാത്ത് ഒരാൾ പതിവായി രാവിലെയും വൈകുന്നേരവും 11 തവണ ചൊല്ലിയാൽ അദ്ദേഹത്തിൻ്റെ റിസ്ഖ് വിശാലമാവും. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമായി അദ്ദേഹത്തിൻ്റെ റിസ്ഖ് അദ്ദേഹത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞാൽ നിഷ്പ്രയാസം റിസ്ഖ് വിശാലമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം, അദ്ദേഹത്തിൻ്റെ ജോലി, ബിസിനസ് ഏർപ്പാടുകളൊക്കെ അല്ലാഹു തആല അത് നബി തങ്ങളുടെ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റാഹത്താക്കി കൊടുക്കും. ഇനി മറ്റൊന്നാണ് 5 വഖത്തിലും 11 വീതം നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. അത് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗം നേടാൻ, ലക്ഷ്യപ്രാപ്തി ലഭിക്കാനൊക്കെ സഹായകമാണ്. ഇനി മറ്റൊന്നാണ് രാവിലെ സുബഹിന് ശേഷം 11 തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നതിന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അടക്കം ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ശത്രുക്കൾ പരാജയപ്പെടും, തൻ്റെ വേവലാതികൾ മാറും, തൻ്റെ പ്രയാസങ്ങൾ നീങ്ങും, തനിക്ക് ജനമനസ്സുകളിൽ വലിയ സ്വാധീനമുണ്ടാകും, തൻ്റെ റിസ്ഖിൽ അല്ലാഹു വലിയ വിശാലത നൽകും. കൃത്യമായി ചിട്ടയോടുകൂടെ അത് എണ്ണം സൂക്ഷിച്ച് ചെല്ലുകയാണെങ്കിൽ വലിയ നേട്ടങ്ങളുണ്ട്. നാരിയത്ത് സ്വലാത്ത് എന്നത് സ്വലാത്തുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞ് അതിനുശേഷം നബിയെക്കുറിച്ച് 8 തവണയോളം വീണ്ടും പറയുന്നു. അല്ലദീ തൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം എന്നിങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വീണ്ടും പ്രതിപാദിച്ചുകൊണ്ട് നബി തങ്ങളുടെ ആ ഒരു ബറക്കത്തിനെ, തങ്ങളെക്കൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന് ലഭിക്കാനുള്ളത്, തങ്ങൾ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാണല്ലോ, ആ അനുഗ്രഹം അദ്ദേഹത്തിന് ഏതൊക്കെ തലത്തിൽ ലഭിക്കുമെന്നത് ശരിക്കും പരാമർശിക്കുന്നുണ്ട് ഈ സ്വലാത്തിൽ. അതുകൊണ്ട് നാരിയത്ത് സ്വലാത്ത് പതിവാക്കുക. ദിവസം രാവിലെയും വൈകുന്നേരവുമാണെങ്കിൽ വളരെ നല്ലത്. ഇനി 5 വക്തിൽ ചൊല്ലാൻ പറ്റുന്ന ആളാണോ നിങ്ങൾ ചൊല്ലിക്കൊള്ളൂ, നിങ്ങൾക്കതിൻ്റെ ഫായിദ ലഭിക്കും. ഇനി അതൊന്നുമല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ സുബഹിന് ശേഷം ശരിക്കൊരു നാരിയത്ത് സ്വലാത്ത് നമ്മൾ ഏകദേശം ചൊല്ലാൻ 11 തവണ ഒരു 3-3.5 മിനിറ്റ് വേണം. അങ്ങനെ വരുമ്പോൾ 41 നാരിയത്ത് സ്വലാത്ത് വളരെ സിമ്പിളായി സുബഹിന് ശേഷം ഇരുന്ന് നമുക്ക് ചൊല്ലാവുന്നതാണ്. ഭയങ്കര മാറ്റങ്ങൾ
നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകളിലുമൊക്കെ നമുക്കതുകൊണ്ട് ഉണ്ടാവും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്ത് അതുവഴി നമുക്ക് പ്രയാസങ്ങളെല്ലാം തീർന്നു കിട്ടും. അള്ളാഹു നമ്മുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും ഈ ശബ്ദം കേൾക്കുന്ന ഈ ആളുകളുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ ദുനിയാവും നാളെ ആഖിറവും അള്ളാഹു നമുക്ക് സലാമത്താക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.